Hi JE aspirants. സൈലത്തിൻ്റെ ഹൈബ്രിഡ് ക്യാമ്പസുകളിൽ 2026 JE റിപ്പീറ്റേഴ്സ് ബാച്ചിന് വേണ്ടിയുള്ള അഡ്മിഷൻസ് ആൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്താണ് ആക്ച്വലി ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാരണം പലർക്കും അറിയുന്നുണ്ടാവില്ല എന്താണ് ഹൈബ്രിഡ് സിസ്റ്റം എന്നൊക്കെ. ഇന്ത്യയിൽ ആദ്യമായി ഒരു JE റിപ്പീറ്റർ പ്രോഗ്രാമിന് ഹൈബ്രിഡ് സിസ്റ്റം ആരംഭിച്ച, അങ്ങനെ വലിയൊരു വിപ്ലവം സൃഷ്ടിച്ച ഫെയറാണ് സൈലം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സൈലത്തിൻ്റെ JE റിസൾട്ടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ റീസെൻ്റായി വന്ന 2025 JE മെയിൻ്റെ റിസൾട്ട് പോലും ആ ഒരു ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ പ്രൊഡക്റ്റ് ആണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ ഗംഭീര റിസൾട്ടാണ് ആക്ച്വലി ഹൈബ്രിഡ് സിസ്റ്റം നമുക്ക് ഉണ്ടാക്കി തരുന്നത് എപ്പോഴും. ഇനി എന്താണ് ഹൈബ്രിഡ് എന്നൊരു സംശയം നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. കുറേ പേർക്കൊക്കെ അറിയാം, പക്ഷേ കുറച്ച് പേർക്ക് ഇപ്പോഴും ഹൈബ്രിഡ് എന്താണെന്ന് അറിയാത്ത ആളുകളുണ്ടാവും. അതെന്താണെന്നൊന്ന് പറയാൻ ഞാൻ. നമ്മൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒരേ ടോപ്പിക്ക് പഠിക്കുന്ന സിസ്റ്റമാണ് ആക്ച്വലി ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഒരു ദിവസം, ഇപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾ ഹോസ്റ്റലിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾ ഓൺലൈനായിട്ട് ഒരു ടോപ്പിക്ക് പഠിക്കും. ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്സിലും നിങ്ങൾക്ക് പഠിക്കാനുള്ള ഷെഡ്യൂൾ കൃത്യമായി തരികയും ആ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് നിങ്ങൾ ഒരു ദിവസം ഇരുന്നിട്ട് വീട്ടിലിരുന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഹോസ്റ്റലിൽ ഇരുന്ന് ടാബിൽ ഓൺലൈനായി സൈലം ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ആ ടോപ്പിക്ക് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കും. ഓക്കെ, അതേ ടോപ്പിക്ക് തൊട്ടടുത്ത ദിവസം സൈലത്തിൻ്റെ ഓഫ്ലൈൻ ക്യാമ്പസിൽ വന്നിരുന്ന് ഓഫ്ലൈൻ ഫാക്കൽറ്റീസിന് മുന്നിൽ വന്നിരുന്ന് നിങ്ങൾ ഒരു തവണ കൂടി പഠിക്കും. ഇതാണ് ആക്ച്വലി ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്നത് 2 ദിവസങ്ങൾ കൊണ്ടാണ് എന്ന് നിങ്ങൾ മറക്കരുത്. നോർമലി നമ്മളൊരു കംപ്ലീറ്റ്ലി ഓഫ്ലൈൻ ആയ ഒരു ക്യാമ്പസിൽ നിങ്ങൾ ഒരു ടോപ്പിക്ക് പഠിക്കുന്ന ഒറ്റ ദിവസം കൊണ്ടാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങളിലൊന്ന്, ഏറ്റവും വലിയ അഡ്വാൻറ്റേജുകളിലൊന്ന് എന്ന് പറയുന്നത് നമ്മൾ ഒരു ടോപ്പിക്ക് 2 ദിവസങ്ങളിലായിട്ടാണ് പഠിക്കുന്നത്. അതായത് ഒരു ദിവസം ഓൺലൈനായിട്ട് പഠിക്കും, രണ്ടാമത്തെ ദിവസം നമ്മൾ ഓഫ്ലൈനായിട്ട് പഠിക്കും. ഓക്കെ, രണ്ടാമത്തെ ദിവസം നമ്മൾ ഓഫ്ലൈൻ ക്യാമ്പസിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആദ്യം ഓഫ്ലൈൻ ക്ലാസ്സിലേക്കല്ല വരുന്നത്. നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഇരുന്നു കൊണ്ട് ഒരു ആക്ച്വൽ JE എക്സാമിൻ്റെ ഒരു ചെറിയ രീതി, അതായത് ഒരു മിനി JE എക്സാം, അതായത് ഒരു ഡെയിലി എക്സാം എഴുതിയിട്ടാണ് നിങ്ങൾ ക്ലാസ്സിലേക്ക് കിടക്കുക. ആ എക്സാമിന് ശേഷമാണ് നിങ്ങളുടെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുക. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ പരീക്ഷ എഴുതിക്കൊണ്ടാണ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുക എന്നുള്ള കാര്യം പ്രത്യേകം നിങ്ങൾ ഓർത്തു വെക്കണം. ഓക്കെ, ഇനി എന്തുകൊണ്ട് ഹൈബ്രിഡ്? കംപ്ലീറ്റ്ലി ഓഫ്ലൈൻ അല്ലാതെ എന്തുകൊണ്ടാണ് സൈലം ഹൈബ്രിഡിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത്? പറയാം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, JE എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ടഫസ്റ്റ് ആയ പരീക്ഷകളിൽ ഒന്നാണ്. അപ്പോൾ ഇത്രയും ടഫായ ഒരു കോമ്പറ്റേറ്റീവ് പരീക്ഷയ്ക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് റിവൈസ് ചെയ്യാനുള്ള സമയവും അതിനൊപ്പം മാക്സിമം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനുള്ള സമയമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ പലരുടെയും ഉള്ളിലുണ്ടാകുന്ന ഒരു സംശയം, ഈ ഓൺലൈനായും ഓഫ്ലൈനായും 2 ദിവസം കൊണ്ട് ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമുക്ക് ഇതിന് മാത്രം സമയം കിട്ടും എന്നുള്ളൊരു സംശയം നിങ്ങളുടെ മുന്നിലുണ്ടാവും. തീർച്ചയായിട്ടും കിട്ടും. ഹൈബ്രിഡ് സിസ്റ്റത്തിൽ സിലബസ് കംപ്ലീറ്റ് ആയതിനു ശേഷവും നമുക്ക് റിവൈസ് ചെയ്യാനുള്ള സമയം ഒരുപാട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ റിവിഷൻ നടക്കുന്നുണ്ട്, മാക്സിമം മോക്ക് ടെസ്റ്റുകൾ നമ്മൾ എഴുതുന്നുണ്ട്. ഓക്കെ, മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സെൽഫ് പ്രിപ്പറേഷനുള്ള സമയവും ഒരുപാട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സോ ഇത്രയും അഡ്വാൻറ്റേജുകളുണ്ട് ആക്ച്വലി ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നതിന്. ഇനി സൈലത്തിൻ്റെ ക്യാമ്പസിലേക്ക് വരുന്ന, സൈലം ഹൈബ്രിഡ് സെൻറ്ററിലേക്ക് വരുന്ന ഒരു കുട്ടിയെ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. ഏറ്റവും ആദ്യം ഞാൻ ആൾറെഡി പറഞ്ഞ പോലെ തന്നെ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സസ് ആണ്. അതായത് JE എക്സ്പേർട്സ് വർഷങ്ങളായി JEക്ക് വേണ്ടി കുട്ടികളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന, വർഷങ്ങളായി JEയുടെ ചോദ്യപേപ്പറുകൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന JE എക്സ്പേർട്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ ക്ലാസ്സുകൾ എടുക്കുക. അത് ഓൺലൈൻ ആയിട്ടാണെങ്കിലും അതെ, ഓഫ്ലൈൻ ആയിട്ടാണെങ്കിലും അതെ. ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകൾക്കൊപ്പം നമുക്കറിയാം മെറ്റീരിയൽ, ഒരു കോമ്പറ്റേറ്റീവ് പരീക്ഷയ്ക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ മെറ്റീരിയൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾ കാത്തിരിക്കുന്നത് സൈലത്തിൻ്റെ എക്സ്പേർട്സ് തയ്യാറാക്കിയ JE മെറ്റീരിയലാണ്. PYQs ഉണ്ട്, തിയറി ഉണ്ട്, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനെ ഗംഭീരമായ മെറ്റീരിയലാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. മറ്റൊരു കാര്യം പേഴ്സണൽ മെൻറ്റർഷിപ്പാണ്. അപ്പോൾ ഇവിടെ വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് പരീക്ഷയ്ക്കാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ സ്ട്രെയിനും ടെൻഷനും ഒക്കെ പലർക്കും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറുന്നത്, അതൊക്കെ ഒരു പരിധി വരെ നമ്മൾ സോൾവ് ചെയ്യുന്നത് മെൻറ്റർഷിപ്പിലൂടെയാണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും സംസാരിക്കാനും അതിനൊരു സൊല്യൂഷൻ തേടാനും ഒക്കെ നിങ്ങൾക്കൊരു പേഴ്സണൽ മെൻറ്റർ ഉണ്ടാകും. നിങ്ങളുടെ അമ്മയെ പോലെയോ അച്ഛനെ പോലെയോ വീട്ടിലൊരു അംഗത്തെ പോലെ നിങ്ങളോട് പെരുമാറുന്ന ഒരു മെൻറ്റർ നിങ്ങൾക്കൊപ്പം എല്ലായ്പ്പോഴും ഉണ്ടാവും. സോ മറ്റൊരു കാര്യം ഡൗട്ട് ക്ലിയറൻസ് ആണ്. മറ്റൊരു ക്യാമ്പസിനും മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനും പ്രൊവൈഡ് ചെയ്യാൻ കഴിയാത്ത രീതിയിലാണ് സൈലം ഡൗട്ട് ക്ലിയറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ സംശയിക്കുന്നുണ്ടാവുക, ഓൺലൈനായിട്ട് ഒരു ദിവസം നമ്മൾ വീട്ടിലോ അതല്ലെങ്കിൽ നമ്മുടെ ഹോസ്റ്റലിലോ ടാബിൽ ഇരുന്ന് ക്ലാസ് കാണുന്ന സമയത്ത് ഡൗട്ടുകൾ എങ്ങനെ ക്ലിയർ ചെയ്യുന്നുള്ളൊരു സംശയം ഉണ്ടാവും. ഓൺലൈൻ ക്ലാസ്സുകളിലും ഓഫ്ലൈൻ ക്ലാസ്സുകളിലും നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓൺലൈനായി നിങ്ങൾ ക്ലാസ് കാണുന്ന സമയത്ത് ഉണ്ടാവുന്ന എന്ത് ഡൗട്ടും ഒന്നുകിൽ നിങ്ങൾക്ക് ആപ്പിൽ AI ഗുരു എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. AI ഗുരുവിനോട് ചോദിച്ച് നിങ്ങൾക്ക് എന്ത് ഡൗട്ടും ക്ലിയർ ചെയ്യാം. AI ഗുരുവിനോട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ ക്വസ്റ്റ്യൻസ് ടൈപ്പ് ചെയ്ത് ചോദിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോട്ടോ, ഇപ്പോൾ ക്വസ്റ്റ്യൻ്റെ ഒരു ഫോട്ടോയാണ് നിങ്ങളുടെ കയ്യിൽ, ആ ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ അതിന് ഉത്തരം കിട്ടും. വീഡിയോകളായിട്ടും അതല്ല നിങ്ങൾക്ക് PDF കളായിട്ടും ഒക്കെ നിങ്ങൾക്ക് അതിന് ആൻസറുകൾ കിട്ടും. ഓക്കെ, രണ്ടാമത്തെ കാര്യം, അതിനൊപ്പം തന്നെ
നിങ്ങൾ ഹോസ്റ്റലിൽ ഇരിക്കുന്ന സമയത്ത് ഓഫ്ലൈൻ ഫാക്കൽറ്റീസ് ഹോസ്റ്റലുകളിലേക്ക് വരികയും നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുകയും ചെയ്യും. ഇനി ഓഫ്ലൈൻ ക്യാമ്പസിലാവുമ്പോൾ പിന്നെ നമുക്ക് ചോദിക്കാനില്ലല്ലോ, നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ടീച്ചറോട് തന്നെ ചോദിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം. അപ്പോൾ സൈലം ഹൈബ്രിഡ് ക്യാമ്പസിൻ്റെ വലിയ പ്രത്യേകതകളിലൊന്നും ഞാൻ എപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യം ഡൗട്ട് ക്ലിയറൻസ് തന്നെയാണ്. സോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് JEE എന്ന് പറയുന്ന ഒരു കോമ്പറ്റീറ്റീവ് പരീക്ഷയ്ക്കാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പരീക്ഷകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മോക്ക് എക്സാമുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ സൈലം ഹൈബ്രിഡ് ക്യാമ്പസിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും എഴുതുന്ന ഡെയിലി ടെസ്റ്റുകളുണ്ട്, ആൾറെഡി ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതിനൊപ്പം മൊഡ്യൂൾ എക്സാമുകളുണ്ട്. ഓരോ മാസവും നടക്കുന്ന ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ, സൈലത്തിൻ്റെ മാത്രം പ്രത്യേകതയായിട്ടുള്ള ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ അഥവാ GABകളുണ്ട്. ഈ GABകൾ സൈലത്തിൻ്റെ മാത്രം പ്രത്യേകതയാണെന്ന് പറയാനൊരു കാരണമുണ്ട്. നിങ്ങൾ JEE മെയിൻ പരീക്ഷയ്ക്ക് ഏത് സെൻറ്ററിൽ പോയിരുന്നാണോ നിങ്ങൾ പരീക്ഷ എഴുതുക, അതേ സെൻറ്ററിൽ ഇരുന്നു കൊണ്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടായിരിക്കും നിങ്ങൾ GABകൾ എഴുതുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ മാസവും നിങ്ങൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് GAB എഴുതിയിട്ട് അവസാനം JEE മെയിൻ എഴുതാൻ പോകുന്ന സമയത്ത് അതേ സെൻറ്ററിൽ അതേ ക്ലാസ് റൂമിൽ അതേ കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് എഴുതുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇത്രയും ടഫായ ഒരു കോമ്പറ്റീറ്റീവ് പരീക്ഷ എഴുതുന്ന ഒരു ഫീലും ഇല്ലാതെ വളരെ ഈസിയായി കൂളായി റിലാക്സ്ഡ് ആയി പോയി എഴുതി വരാൻ പറ്റും JEE മെയിൻ എന്ന് പറയുന്നത്. GABകൾക്ക് പുറമെ ആൾ ഇന്ത്യ ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, AITS. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ പരീക്ഷ കഴിയുമ്പോഴും നിങ്ങൾ ആക്ച്വലി എവിടെയാണ് നിൽക്കുന്നത് എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് നോക്കാം. വളരെ വേഗത്തിൽ തന്നെ. നമ്മൾ വിചാരിക്കും പരീക്ഷ കഴിഞ്ഞ് ഒരുപാട് ദിവസം ഒരിക്കലും ഇല്ല. പരീക്ഷ കഴിഞ്ഞ് ഉടനെ തന്നെ ഒരുപക്ഷെ നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ആ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുകയും ഇനി എങ്ങോട്ടാണ് ഏത് രീതിയിലാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, എത്രത്തോളം ഞാൻ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. കേരളത്തിൽ 9 ജില്ലകളിലായി ഇത്രയും ഹൈബ്രിഡ് ക്യാമ്പസുകളാണ് സൈലത്തിനുള്ളത്. ഈ ഹൈബ്രിഡ് ക്യാമ്പസുകളിലേക്കെല്ലാം ഒരു വർഷത്തെ റിപ്പീറ്റർ പ്രോഗ്രാമുകളിലേക്കുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു IIT അല്ലെങ്കിൽ NIT അല്ലെങ്കിൽ IIIT സ്വപ്നം കാണുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ റിപ്പീറ്റ് ചെയ്യാനോ റീറിപ്പീറ്റ് ചെയ്യാനുള്ള ബെസ്റ്റ് ഓപ്ഷനാണ് സൈലം ഹൈബ്രിഡ് ക്യാമ്പസുകൾ എന്ന് പറയുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള സൈലം ഹൈബ്രിഡ് ക്യാമ്പസിലേക്ക് നേരിട്ടെത്തുകയും അഡ്മിഷൻ ഉറപ്പുവരുത്തുകയും ചെയ്യുക. അടിപൊളിയായി നമുക്ക് 2026 JEE മെയിനിന് വേണ്ടി തയ്യാറെടുക്കാം.